ചില സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉടലെടുത്ത് കാണും. പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ 4 അറകളുടെ പടം വരച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത്. അന്ന് അമ്മയോട് ഹൃദയത്തിൻ്റെ പടം ഒരെണ്ണം ചോദിച്ചപ്പോൾ അമ്മയാ പറഞ്ഞത്, ദേ ആ ചിത്രത്തിലുണ്ട്, വരച്ചു കൊണ്ടുപോ. അന്ന് ആ പടം വരച്ചുകൊണ്ട് ചെന്നതിന് രത്നമലി ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് പൊതിരെ തല്ല് കിട്ടി എനിക്ക്. അന്നാ എനിക്ക് ശരിക്കും മനസ്സിലായത് നമ്മുടെ ഹൃദയവും ഈശോയുടെ ഹൃദയവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന്. ഇതെന്താ ഈ ഹൃദയം ഇങ്ങനെ ഇരിക്കണേന്ന് നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടില്ലേ? അങ്ങനെ സംശയം കൂടിയപ്പോൾ ഞാൻ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ ഇതെന്താ ഈശോയുടെ ഹൃദയം പുറത്തിരിക്കണേ? അതോ, ഈശോയുടെ ഹൃദയം വലുതല്ലേ, അത് ശരീരത്തിനുള്ളിൽ വെക്കാൻ പറ്റില്ല, അതാ. അതെന്താ ഈശോയുടെ ഹൃദയം വലുതായിരിക്കുന്നേ? നമ്മളെപ്പോലെ കുറച്ചു പേരെ മാത്രം ഉൾക്കൊള്ളുന്ന ഹൃദയമല്ല ഈശോയുടേത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. അതുകൊണ്ടാ ഇത്ര വലിയ ഹൃദയം. ഇന്ന്